മെട്രിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിലെ ലൈംഗിക സ്വപ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ മുഖവരെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ കോമൺ ഡോർസ്, ഈ സെക്ച്വൽ ഡ്രീംസിൻ്റെ കോമൺ ഡോർസിനെ കുറിച്ച്, അതെങ്ങനെയാണത് ഡോറുകൾ ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണം. ഒന്ന്, പ്രധാനമായിട്ട് പ്രോണോഗ്രഫി, ഇംപ്യൂർ മീഡിയ, അല്ലെങ്കിൽ ഇമാജിനേഷൻ, അൺക്ലീൻ ഗേറ്റ് വേ, ഇതെല്ലാം തന്നെ ഒരു ഓപ്പണിംഗ് ആണ്. അനേക സമയം ഇത് കാണുക, കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അത് നമ്മൾ 10-20 വർഷത്തിന് മുമ്പൊക്കെ എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഈ ഇൻ്റർനെറ്റും ഇതുമെല്ലാം വന്നതിന് ശേഷം കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും കയ്യിൽ ഇതെല്ലാം ഉണ്ട്, അവൈലബിളാണ്. അതൊരു ഗേറ്റ് വേ ആണ്. ഇത് മിക്കവാറും നമ്മുടെ ഹൃദയത്തിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അവിടെ എല്ലാം സ്റ്റോർ ചെയ്യപ്പെട്ടിട്ട് ഇത് നമ്മളെ സെക്ച്വൽ ഡ്രീംസിലേക്ക് നടത്തും. അതിനെന്താ നമ്മൾക്ക് ചെയ്യാനുള്ളത്? ഗാർഡ് യുവർ ഐസ്, നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കുക. സങ്കീർത്തനം 101:3 ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല, ക്രമം കെട്ടവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അതെന്നോട് പറ്റുകയില്ല. അതായത് നീചകാര്യം ഒന്നും എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. 2 തിമോത്തി 2:22 യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, യൗവനമോഹങ്ങളെ വിട്ടോടുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രോണോഗ്രഫി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള മീഡിയ, ഈ ഇമേജസും ഈ ആക്ടിവിറ്റി എല്ലാം തന്നെ നമ്മളെ നശിപ്പിക്കും. രണ്ടാമത് ഉള്ള കോമൺ ഡോറാണ് സെക്ച്വൽ സിൻ ആൻഡ് അൺഗോഡ്ലി ഇൻറ്റിമസി. ഇത് ദുർനടപ്പ്, കല്യാണത്തിന് മുമ്പുള്ളത്, മറ്റുള്ള റിലേഷൻഷിപ്പ്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സെക്ച്വൽ സിൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. മാരേജിന് പുറത്തുള്ള എല്ലാ കണക്ഷനും, ലൈംഗിക കണക്ഷൻ, ദൈവത്തിൻ്റെ കോപം വിളിച്ചു വരുത്തും. അത് ചെയ്യാൻ പാടില്ല. ഇതാണ് രണ്ടാമത്തെ ഗേറ്റ് വേ. മൂന്നാമത്തെ ഗേറ്റ് വേ എന്ന് പറയുന്നത് അൺഹീൽഡ് വൂൺസ്. നമ്മളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട് നേരത്തെ, അല്ലെങ്കിൽ ഹീൽ ചെയ്യപ്പെടാത്ത ഉള്ളിലെ വ്രണങ്ങൾ. ചില ഭവനങ്ങളിലൊക്കെ തന്നെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അതുപോലെ റേപ്പിങ്, വയലേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി, മനുഷ്യൻ്റെ ശരീരത്തെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുക, ഇതെല്ലാം ഒരു ഗേറ്റ് വേ ആണ്. ഇത് നേരത്തെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും 2 രീതിയിലും വരാം, ഇൻവോൾവ് ചെയ്യാം, അറിഞ്ഞുകൊണ്ടും അറിയാതെയും. അതുകൊണ്ട് അതൊരു ഗേറ്റ് വേ ആണ്. അത് നമ്മൾ അതിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കണം. അടുത്ത ഒരു ഗേറ്റ് വേ ആണ് നാലാമത്തത്, ഒക്കൾട്ട് എക്സ്പോഷർ. അത് നമ്മുടെ സെക്ച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെക്ച്വൽ ഓർഗൻസ് ഏതെങ്കിലും ഒരു ഫോമിൽ വിച്ച് ക്രാഫ്റ്റിനോ ഡിവിനേഷനോ സ്പിരിച്വൽ പ്രാക്ടീസിനോ ബ്ലാക്ക് മാജിക്കിനോ ഒക്കെ അടിമപ്പെടുന്നുണ്ടെങ്കിൽ ഉള്ളതാണ് അത്. നമ്മളെ തന്നെ, നമ്മുടെ ലൈംഗിക അവയവങ്ങളെയും നമ്മുടെ സെക്സിനെയൊക്കെ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു അനുഭവത്തിലാണ് ഇത് വരുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 18-ന്റെ 9 മുതൽ 12 വരെ. അതിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. നിന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവർ,
പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അജ്ഞാനക്കാരൻ എങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ദൈവത്തിന് ഇത് ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കാണാനായിട്ട് പാടില്ല. ഇതാണ് നാലാമത്തെ ഒരു കാര്യം, ഒക്കൾട്ട് എക്സ്പോഷർ. അഞ്ചാമത് ജനറേഷണൽ പാറ്റേൺ ഓർ ബ്ലഡ് ലൈൻ പാറ്റേൺ. ശരിക്കും ഇത് വരുന്നതും ഒരു ഡോറ് നമ്മുടെ മുൻ പിതാക്കന്മാർ വഴി തുറന്നിരിക്കുന്ന ഒരു ഡോറാണ്. കാരണം നമ്മുടെ അപ്പനും വല്യപ്പച്ചനും ഒക്കെ ഭവനത്തിൽ അഡൾട്ടറിയും സെക്ച്വൽ ഇമ്മൊറാലിറ്റിയും ഒക്കെ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ വേറെ ഇത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ. ചിലപ്പോൾ അബോർഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ബ്ലഡ് ലൈൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. അത് നമ്മുടെ പ്രോബ്ലം അല്ല, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പ്രോബ്ലം. അതിൽ നിന്ന് നമുക്ക് ഡെലിവറൻസ് എടുക്കണം. ആറാമത്തെ കാര്യം റിജക്ഷൻ, ലോൺലിനെസ്, കൗണ്ടർഫിറ്റ് ഇൻറ്റിമസി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഭാര്യയിൽ നിന്ന് അകന്നു പോവുക, ഭർത്താവിൽ നിന്ന് അകന്ന് ജീവിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് പല ആളുകളും എന്നോട് സംസാരിക്കുകയും പ്രാർത്ഥനാ വിഷയമൊക്കെ പറയുന്നൊരു കാര്യമാണ് ഭാര്യയും ഭർത്താവും അകന്ന് ജീവിക്കുക, ജോലി ചെയ്യുക. അത് വീടിനെ പുലർത്താനായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ബാധിക്കും. ഒരിക്കലും തന്നെ ഭാര്യ ഭർത്താവ് കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പാടില്ല എന്നാണ് ബൈബിള് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് വിഘാതമായി തീരും. അതുകൊണ്ട് ജോലി സംബന്ധമായി പോലും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ അസൈൻമെൻറ്റ് വല്ലതും എടുത്തിട്ട് വരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയുള്ള ആയിരിക്കണം ജീവിതം. ഇപ്പം ഭാര്യ ഇവിടെയും ഭർത്താവ് ഗൾഫിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകളുണ്ട്. ഭർത്താവ് അനേകം വർഷങ്ങളായിട്ട് ഗൾഫിലാണ്, ഭാര്യ ഇവിടെ ഉണ്ട്. അവരുടെ കുടുംബജീവിതം ഏത് രീതിയിലായിരിക്കും? ഭാര്യ എന്നും ഭർത്താവിനോട് ഫോണിൽ കൂടെ സംസാരിക്കുന്ന അല്ലാതെ അവരുടെ ഇമോഷണലായിട്ടുള്ള ആസ്പെക്റ്റുകൾ, അവരുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റാനായിട്ട് ഭർത്താവിന് കഴിയുന്നില്ല. അതുകൊണ്ട് അതൊക്കെ തന്നെ പലപ്പോഴും ഇപ്പോഴത്തെ പ്രസൻറ്റ് കോണ്ടെക്സ്റ്റിലെ ഈ യുഗത്തിൽ ജീവിതത്തിൽ പിശാച് കയറി വരാനായിട്ട് എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഇങ്ങനെയാണ്, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വസിക്കണമെന്നാണ്. പൗലോസ് അല്ല, കല്യാണത്തിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ അങ്ങനെയാണ്. ഈ സഭയും യേശുക്രിസ്തുവും കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് അത്രയ്ക്ക് ഇൻറ്റിമസി ആയിട്ട് അവർ ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ ചിലപ്പം പോയേണ്ടി വന്നേക്കും. എന്നാൽ ഒരു പെർമനൻറ്റ് ലെവലിലായി കഴിഞ്ഞാൽ അത് ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പലരുടെയും ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. പിന്നീട് നിങ്ങൾക്കത് റിയലൈസ് ചെയ്യുമ്പോഴേ നിങ്ങൾ മനസ്സിലാവും പണ്ടതൊക്കെ അങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണെന്നുള്ളത്. അതുകൊണ്ട് കഴിവതും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഡിഫൈൽഡ് ഇമാജിനേഷൻ, ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതം. പുറമേ നോക്കുമ്പോൾ എല്ലാം ശരിയായിരിക്കും, എന്നാൽ രഹസ്യ ജീവിതത്തിലെ എല്ലാം തകർന്നിരിക്കുന്ന അവസ്ഥ, ഒരു ഷാറ്റർ ചെയ്യുന്ന, സെക്ച്വൽ പ്യൂരിറ്റി ഇല്ല, ഹൃദയത്തിലില്ലാതെ. പുറമേ നോക്കുമ്പോൾ എല്ലാം ശരി, കുഴപ്പമൊന്നുമില്ല, പ്രാർത്ഥനയ്ക്കുണ്ട്, കൂട്ടായ്മയ്ക്കുണ്ട്, എന്നാൽ പല അഡിക്ഷൻസായിട്ട് വന്നിട്ടിരിക്കുന്ന, രഹസ്യ ജീവിതത്തിലെ സെക്ച്വലായിട്ടുള്ള പാപത്തിൻ്റെ അടിമയായിരിക്കുന്ന കേസുകൾ. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതങ്ങളിലെ ഗേറ്റ് വേകളായിത്തീരുന്നത് നമ്മൾ മറന്നുപോകും. ഞാൻ 7 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ഗേറ്റ് വേസ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലെ ഗേറ്റ് വേസ് ആയിട്ട് ഇതിരിക്കുമ്പോൾ നമ്മൾ സെക്ച്വലായിട്ടുള്ള ഡ്രീംസിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളിലേക്കും നമ്മളായിത്തീരും. ലേറ്റർ സ്റ്റേജിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലേറ്റർ സ്റ്റേജിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിൽ ബ്ലോക്ക് വരികയാണ്. മാരേജിൽ ബ്ലോക്ക് വരുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാതെ വരുന്നു, പിന്നെ അതുപോലെ ഫ്രസ്ട്രേഷൻസ്, നിരാശ വരുന്നു,
ആ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാൻ പറഞ്ഞതുപോലുള്ള പലതരമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നു കയറുകയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ഡെലിവറൻസ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇതിന് ഡെലിവറൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുള്ളതെന്ന് കാരണം നമ്മൾ പലപ്പോഴും ഈ പിശാചിനെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ സെക്ച്വലായിട്ടുള്ള ഈ ഡ്രീംസിനകത്ത് എൻജോയ് ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ അവരുടെ നീഡ് മീറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ശരിക്കും പിശാചിൻ്റെ ഒരു ഗേറ്റ് വേ ആണ്, അവർ നശിപ്പിക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പല ദൈവദാസന്മാരും തളയ്ക്കപ്പെടുന്നൊരു മേഖലയാണ് ഈ സെക്ച്വൽ ഡ്രീംസ് എന്ന് പറയുന്നത്. ആരും അത് തുറന്ന് പറയത്തില്ല. ഈവൻ ക്രിസ്ത്യൻ മിനിസ്ട്രി പോലും നശിപ്പിക്കാനായിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ ഇന്നുണ്ട്. സുവിശേഷന്മാർ, അതുപോലെ ഈ ഈ മാരേജ് ഒക്കെ നടത്താതിരിക്കുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ട്, ചില വൈദികരുണ്ട്. മാരേജിന് മുമ്പും പിൻപും ഒക്കെ പലപ്പോഴും ഈ സ്വപ്നങ്ങൾ കാണി ഇത് ആരോടും പറയുന്നില്ല. എന്നാൽ ഈ പല ലീഗൽ കവനൻസ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഡെലിവറൻസ് ഉണ്ടാവുള്ളൂ. വിവാഹം, നേരത്തെ പറഞ്ഞു, വിവാഹം നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. അവിടെ നമുക്കിന്നൊരു ഡെലിവറൻസ് എടുക്കേണ്ട ഏറ്റവും ആവശ്യമാണ്. ഈ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ ഈ രക്ത കവനൻ്റ് ഉടമ്പടികൾ, പൈശാചിക ഉടമ്പടികൾ നമ്മൾ ആ ജനറേഷൻ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് തന്നെ വേണം. എപ്പോഴും അത് കാണണമെന്നില്ല. ദേ ചൂസ് എ സീസൺ ടു മാനിഫെസ്റ്റ്. ചില സീസണിൽ മാത്രമാണ് ഇത് പുറത്തേക്ക് വരുന്നത്, എപ്പോഴും കാണണമെന്നില്ല. അതുപോലെ തന്നെ ഈ പാപങ്ങളിലെ ഫോർണിക്കേഷൻ, അഡൾട്ടറി, അതുപോലെ പ്രോണോഗ്രഫി, മാസ്റ്റർബേഷൻ, ഇതെല്ലാം ഡോർവേസ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് സാത്താന് നമ്മൾ ഇടം കൊടുക്കരുത്. അതുപോലെ തന്നെ ഇമാജിനേഷൻസ്, നമ്മുടെ ഇമാജിനേഷൻസിനകത്ത് ഈ ഫ്രീക്വൻസീസ് പല രീതിയിൽ ട്രാവൽ ചെയ്ത് വരികയാണ്. 139 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ചീത്ത ചിന്ത ഈ ദുരാത്മാക്കളെ അട്രാക്റ്റ് ചെയ്യും, ഈ ഡെമൺസിനെ അട്രാക്റ്റ് ചെയ്യും. ഈ ചിന്തകൾ ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യും. അത് ഈ ഡെമൺസിനെ അട്രാക്റ്റ് ചെയ്യും, നമ്മുടെ ജീവിതങ്ങളിൽ വന്നിട്ട് എക്സ്റ്റേണലായിട്ട് നമ്മളെ പീഡിപ്പിക്കുകയും ടോർമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മളെ കാണും. അതുകൊണ്ട് ഈ ചിന്തകളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ അതെല്ലാം തന്നെ യേശുവിൻ്റെ രക്തം തളിച്ച് ഇതെല്ലാം നമ്മൾ ശുദ്ധീകരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞാണ് യേശുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരിക്കുന്ന കാര്യം. നമ്മുടെ ദേഹിയുടെ എല്ലാ അവയവങ്ങളെയും യേശുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരിക്കണം. വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം. അറിവില്ലായ്മ കൊണ്ട് പലതും നമ്മൾ പറഞ്ഞു കാണും. അതെല്ലാം തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. ഈ അറിവില്ലായ്മ കൊണ്ട് പല കാര്യങ്ങൾ, പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അതൊരു ഗേറ്റ് വേ ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ നമ്മൾ പ്രായോഗികമായിട്ട് ചില കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് എടുക്കണം. ഈ ഉദാഹരണം പറഞ്ഞാൽ, വാക്കുകൾ കൊണ്ട് ഞാൻ ഒരാളിനെ കല്യാണം കഴിക്കും, ഒരു പർട്ടിക്കുലർ മനുഷ്യനെ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ ചെറുപ്പത്തിലേ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി, കുറേ കഴിഞ്ഞപ്പം പ്രായോഗികമായിട്ട് വേറൊരാളിനെ കല്യാണം കഴിച്ചു. എന്നാൽ സ്പിരിച്വൽ റലത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് അവിടെ കിടപ്പുണ്ട്. അത് പിശാച് ആ കവനൻ്റെ നിങ്ങൾ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിങ്ങനെ ഉണ്ടാവുന്നതാണ്, സാധാരണ ഉണ്ടാവുന്നതാണ്. നമ്മൾ ഇന്നാരെ കല്യാണം കഴിക്കുമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ തിങ്കിങ് മാറി വേറൊരാളിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ സമയത്ത് അങ്ങനെ നമ്മൾ പറഞ്ഞൊരു കവനൻ്റ് അങ്ങനെ നമ്മളെ നാവിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ലൈംഗിക സ്വപ്നം തരുന്ന ഈ സ്പിരിറ്റ്, ഇതിനെതിരായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നമുക്ക് ഡെലിവറൻസ് എടുക്കുകയും ചെയ്യാനുള്ള സമയമാണ്. ഈ ഏത് സീസണിൽ വേണമെങ്കിലും ഈ ഈവിൾ കിങ്ഡത്തിൽ നിന്ന് എവൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. അത് സമയമൊന്നുമില്ല. 13ാമത്തെ വയസ്സിൽ പോലും ഈ ഈവിൾ ഡ്രീംസ് കാണാം. 60ാമത്തെ വയസ്സിലും 70ാമത്തെ വയസ്സിലും ഇത് കാണാം. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. അത് ഓരോ സമയങ്ങളിലെ പിശാച് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം വലിയൊരു വിടുതൽ
നമുക്ക് ഈ സെക്ച്വൽ ഡ്രീംസിൽ നിന്ന് തരും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ സ്പിരിറ്റിനെ എല്ലാം ഇന്ന് ശാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആരെങ്കിലും ഇതിന് അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അനേക വർഷങ്ങളായിട്ട് കാണുന്നവരാണെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങളെ വിടുവിക്കാനായിട്ട് മതിയായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കാണുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അനേക വർഷങ്ങളായിട്ട് പിശാച് സ്വപ്നത്തിൽ കൂടി പീഡിപ്പിക്കുന്ന അവസ്ഥ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ അഭിഷക്തൻ എന്നുള്ള റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സെക്ച്വൽ ഡ്രീംസ് അഡിക്റ്റഡ് ആയിരിക്കുകയും അവരെ ടോർമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അധികാരമുള്ള നാമത്തിൽ I expel the spirit, I expel this dormant, I expel this demon, I expel this marine spirit from the life of this people. അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ മറൈൻ സ്പിരിറ്റ് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിസ് സ്പിരിറ്റ് ഓഫ് സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള സ്ത്രീകളോടുള്ള താല്പര്യം കൊടുക്കുകയും അല്ലെങ്കിൽ വേണ്ടാത്ത പ്രോണോഗ്രഫിയിൽ നോക്കിയിരുന്ന് ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ സ്പിരിറ്റ് ഇന്ന് രാത്രികാലം ഇവിടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആന്തരികമായിട്ടുള്ള എല്ലാ ദേഹിയുടെ അവയവങ്ങളെയും യേശുവിൻ്റെ രക്തം തെളിച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു പാപം അവിടെ ഉള്ളിലുണ്ടെങ്കിൽ, അൺകൺഫസ്ഡ് ആയിട്ടുള്ള പാപങ്ങൾ, ചെറുപ്പത്തിലെ പറഞ്ഞിരിക്കുന്നുള്ള പാപങ്ങൾ, ഈവിൾ കവനൻസ്, ആൻസിസ്റ്ററായിട്ടുള്ള കവനൻസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം വിട്ടുപോകട്ടെ. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇന്ന് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള വിടുതൽ കർത്താവെ നിന്റെ രക്തവളപ്പിലെ സൂക്ഷിക്കുകയും നിന്റെ കർത്താവെ വേലി അടച്ച് ദ ഫയർ ഓഫ് ഹോളി സ്പിരിറ്റ് അവിടെ ജീവിതത്തിൽ വന്ന് എല്ലാ അശുദ്ധിയും കത്തി ചാമ്പലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വിടുവിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. തീർച്ചയായും നിങ്ങൾക്കിത് കാണാനായിട്ട് ദൈവം നിങ്ങളെ പ്രേരിപ്പിച്ച് ഈ സീസണിലെ ദൈവം നിങ്ങൾക്ക് അയക്കുന്ന ഒരു ഡെലിവറൻസ് ആണെന്ന് വിശ്വസിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് സ്പെഷ്യൽ ഡെലിവറൻസിന് വേണ്ടി ദൈവം വിടുവിക്കും. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചു തരാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിന് താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ ആ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ചാനലിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വലിയ നന്മകളും അനുഗ്രഹങ്ങളും തരും. ഈ സീസണിൽ നിങ്ങൾക്ക് വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.